കരുതാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു കാണവരെ ഉയർത്താതിരിക്കുമോ? എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു താണവരെ ഉയർത്താതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിനുമായവനല്ല ചെയ്യുന്നു. ക്രിസ്തു ആരാണ്? നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ തിരുക്കുമാരൻ ആരാണ്? മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. ആദ്യനാണ്, അന്ത്യനുമാണ്, അൽഫയാണ്, ഒമേഗയാണ്. ദൈവത്തിന് സ്തോത്രം. ആദ്യന്തവിഹീനാണ്, ആദിയും അന്തമില്ലാത്തവനാണ്. ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമാണ് ഈ ക്രിസ്തു. ക്രിസ്തു അരുളി ചെയ്യുന്നു, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിനുമായവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിൽ യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. സ്തോത്രം. ഞാൻ അറിയുന്നു. ദൈവം പറയുകയാണ്, ഞാൻ അറിയുന്നു. ദൈവം അറിയുന്നു, ദൈവത്തെ മറയ്ക്കാൻ നമുക്ക് സാധ്യമല്ല. സോക്രട്ടീസ് ഒരിക്കൽ പറഞ്ഞു, ദി അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. സ്വയം ശോധന ചെയ്യാത്ത ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്നതല്ല. അൺഎക്സാമിൻഡ് ലൈഫ്, ശോധന ചെയ്യാത്ത ജീവിതം, പരീക്ഷിക്കാത്ത ജീവിതം. ദി അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ്, അത് ജീവിക്കാൻ കൊള്ളാവുന്നതല്ല. സോക്രട്ടീസ് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. നാം സെൽഫ് എക്സാമിൻ ചെയ്യണം. സെൽഫ് എക്സാമിൻ, നമ്മെ തന്നെ നാം പരിശോധിക്കണം. എൻ്റെ പാവങ്ങൾ എന്തെല്ലാമാണ്? എൻ്റെ പ്രകൃതം എന്താണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക്
ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. ഹൃദയം. ഒരുപക്ഷെ നിങ്ങൾ വളരെ അമർഷത്തോടെ ഒരുപക്ഷെ സംസാരിച്ചിരിക്കട്ടെ, കർത്താവ് നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാവമാണ്. ഹൃദയത്തിൻ്റെ ഭാവം. നിങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഒരു കർത്താവ് പ്രസാദിക്കാത്ത വിധത്തിൽ ഇടപെടുന്നിരിക്കട്ടെ, കർത്താവ് നോക്കുന്നത് നിങ്ങളുടെ ഹൃദയമാണ് നോക്കുന്നത്. ഹൃദയം എങ്ങനെ ഇരിക്കുന്നു, എൻ്റെ സ്റ്റഫ്, എൻ്റെ ആളത്വം എങ്ങനെയാണ്, എൻ്റെ ഹൃദയം എങ്ങനെയാണ്, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്. എൻ്റെ സ്വഭാവം പെട്ടെന്ന് ചീർക്കുന്ന സ്വഭാവമാണോ, അഹങ്കരിക്കുന്ന സ്വഭാവമാണോ, നിസ്സാര കാര്യങ്ങൾക്ക് പുകഴുന്ന സ്വഭാവമാണോ, പെട്ടെന്ന് തെളിയുന്ന സ്വഭാവമാണോ, അല്ല പെട്ടെന്ന് മങ്ങി തളരുന്ന സ്വഭാവമാണോ? ഓരോരുത്തരും അറിയണം എൻ്റെ സ്വഭാവം എന്താണ്. നിത്യനായ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ദൈവം നോക്കുമ്പോൾ ദൈവം അറിയുന്ന കാര്യം എന്താണ്? എൻ്റെ സ്വഭാവം ദൈവം അറിയുന്നു. എൻ്റെ പ്രവൃത്തി അറിയുന്നുണ്ട്, എൻ്റെ ചിന്തകൾ അറിയുന്നുണ്ട്, എൻ്റെ വാക്കുകൾ അറിയുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രവൃത്തി ദൈവം അറിയാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ ഞാനത് അറിയണം, ദൈവം എങ്ങനെ എന്നെ കാണുന്നുവെന്ന്. വളരെ ഗൗരവമേറിയ ആത്മീയ ചോദ്യമാണ് ഈ പറയുന്നത്, ആത്മീയ പ്രശ്നമാണ് ഈ പറയുന്നത്. ഞാൻ എന്നെ തന്നെ അറിയണം. ഞാൻ എന്തുള്ളൂ, എനിക്ക് എന്തുമാത്രം കഴിവുണ്ട്, എനിക്ക് എന്ത് പ്രാപ്തിയുണ്ട്, ഞാൻ തന്നെ അറിയണം. ദൈവത്തിന് സ്തോത്രം. പുറമേ പറയും എനിക്കൊരു കഴിവുമില്ല, അയ്യോ ഞാൻ പാവമാണ്, എനിക്കൊന്നും പ്രാപ്തിയില്ല എന്ന് പറയുന്നതല്ല ഈ വിനയം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഒരു ആഭരണമാണ് വിനയം. ദൈവത്തിന് സ്തോത്രം. പുറമേ മറ്റുള്ളവർക്ക് ചിലപ്പോൾ വിനയമാണ് തോന്നിയില്ലെങ്കിൽ പോലും ഏറ്റവും ശ്രേഷ്ഠമായ ആഭരണമാണ് വിനയം. വിനയം, സൗമ്യതയും സാവധാനതയുള്ള മനസ്സ്. സൗമ്യതയും സാവധാനതയുള്ള മനസ്സായിരിക്കണം, എളിമയുള്ള മനസ്സായിരിക്കണം, താഴ്മയുള്ള മനസ്സായിരിക്കണം. ഒരിക്കലും പൊങ്ങച്ചം പാടില്ല, ഒരിക്കലും ദുരഭിമാനം പാടില്ല, ഒരിക്കലും തല പൊങ്ങരുത്. എപ്പോഴും താണിരിക്കുക, എപ്പോഴും വിനയപ്പെട്ടിരിക്കുക, എപ്പോഴും ഹൃദയം താണിരിക്കുക. ദൈവം അതാണ് നോക്കുന്നത്. ഞാൻ അറിയുന്നു, ദൈവം അറിയുന്നു. എന്താണ് അറിയുന്നത്? ഞാൻ നിൻ്റെ കഷ്ടത അറിയുന്നു, നിൻ്റെ ദാരിദ്ര്യം അറിയുന്നു. സഭയോട് പറയുകയാണ്, ആ സഭയുടെ ദൂതനോട് പറയുകയാണ്, കഷ്ടത അറിയുന്നുണ്ട്, ദൈവം എല്ലാം കാണുന്നുണ്ട്. നിൻ്റെ ദാരിദ്ര്യം അറിയുന്നുണ്ട്, അതും കർത്താവ് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊരു ആശ്വാസകരമായ കാര്യമല്ലേ? നമ്മുടെ ദയനീയാവസ്ഥകളെല്ലാം കർത്താവ് കാണുന്നു. നമ്മുടെ അരിഷ്ടാവസ്ഥ കർത്താവ് കാണുന്നു. നമ്മുടെ പോരായ്മകൾ കർത്താവ് കാണുന്നു. കർത്താവ് നമ്മോട് കോപിക്കുകയല്ല ചെയ്യുന്നത്. നാം വിനയപ്പെട്ട് ചെല്ലുമ്പോൾ കർത്താവ് അനുദപിച്ച് ചെല്ലുന്നവനോട് കർത്താവ് സഹതാപത്തോടെ പെരുമാറുകയാണ് ചെയ്യുന്നത്. നാം അനുദപിച്ച് തെറ്റുപറ്റിയല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് ഉള്ളു നുറങ്ങിക്കൊണ്ട് ചെല്ലുമ്പോഴേക്ക് നമ്മൾ കോരി എടുക്കുകയാണ് ദൈവം ചെയ്യുന്നത്. അയ്യോ എനിക്ക് അബദ്ധം പറ്റിയല്ലോ എന്നുള്ളതായ ഒരു വിനയം നമുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിന് ഒരു സംശയവുമില്ല. അയ്യോ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എൻ്റെ കർത്താവേ തെറ്റുപറ്റിപ്പോയി, ഞാൻ പാവത്തിൽ വീണുപോയി കർത്താവേ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഞാനൊരു വാക്കിൽ തെറ്റിപ്പോയി, എൻ്റെ പെരുമാറ്റത്തിൽ തെറ്റിപ്പോയി, അയ്യോ ഞാൻ അഹങ്കരിച്ചു പോയി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വിനയപൂർവ്വം ഒറ്റയ്ക്ക് കടന്നു ചെല്ലുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ ദൈവ സ്നേഹത്തോടെ വാരിയെടുത്ത് പുണരും, ദൈവം ആലിംഗനം ചെയ്യും. മുടിമുത്രം ചെന്നപ്പോൾ അപ്പം അങ്ങനെയല്ലേ ചെയ്തത്? അവൻ തെറ്റുപറ്റി എന്നുള്ള ചിന്തയോടുകൂടിയാണ് ചെന്നത്. മുതലെല്ലാം മുടിച്ചു കളഞ്ഞത് പാവത്തിന് വേണ്ടിയാണെന്നുള്ള ചിന്തയോടുകൂടിയാണ് ചെന്നത്. ചെയ്തതെല്ലാം പാവമായി പോയി എന്നവനറിയാം, അവന് അബദ്ധം പറ്റിയെന്നവനറിയാം. അപ്പൻ്റെ വീട്ടിൽ ജനിച്ചവനായിരുന്നു, ശരിയാണ്, നല്ലൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു, നല്ല പാരമ്പര്യം. അപ്പൻ്റെ വീട്ടിൽ ജനിച്ചു, അപ്പൻ്റെ മുഖം കണ്ട് വളർന്നു. മൂത്ത മോനുണ്ട്, അവൻ വേല ചെയ്യുന്നു, അതുപോലെ ഇവനും വേല ചെയ്തു. അപ്പൻ്റെ വീട്ടിൽ ധാരാളം വേലക്കാരുണ്ട്, ആ വേലക്കാരുടെ എല്ലാം അധിപതിയായിട്ട് അവൻ കഴിഞ്ഞു. പക്ഷേ എന്നാൽ അവൻ്റെ സമയത്ത് അവൻ്റെ ഹൃദയത്തിലൊരു അഹങ്കാരം വന്നു. എനിക്കില്ലേ കാര്യപ്പെടുപ്പ്, എനിക്കില്ലേ ഒരു വിശേഷ ബുദ്ധി, എനിക്കില്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ഞാൻ പ്രായമായി വരികയല്ലേ, എന്നും ഈ അപ്പൻ്റെ അടിമയായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഈ പ്രായത്തിൽ ഞാൻ അപ്പനോടെല്ലാം ചോദിച്ച് വാങ്ങുക, ചോദിച്ച് ഇതങ്ങനെ പറ്റുന്ന കാര്യമാണോ? എനിക്ക് തരാനുള്ള വസ്തു തന്നേരെ, ഞാൻ പോവുകയാണ്, എനിക്ക് പറ്റില്ല, ഈ സ്വാതന്ത്ര്യമില്ലാതെ ഇവിടെ കഴിയാൻ എനിക്ക് എന്നെ കൂടെ പറ്റുകയില്ല. ഒരു സ്വാതന്ത്ര്യവുമില്ല, എല്ലാം ചങ്ങലകളാണ്, ചങ്ങലകൾ. ചെറുപ്പക്കാർക്ക് പലർക്കും വരുന്ന ഒരു ചിന്താഗതിയാണത്. എല്ലാം ചങ്ങലക്കെട്ടുകൾ. അപ്പൻ അത് ചെയ്യരുതെന്ന് പറയുന്നു, അമ്മ ഇത് ചെയ്യരുതെന്ന് പറയുന്നു, മുതിർന്നവരൊക്കെ ഓരോന്ന് അരുതെന്നുള്ള വിലക്കുകളാണ് ചങ്ങലകൾ. അനേകരും ഈ ചങ്ങലകളാണെന്ന് പറഞ്ഞ് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചുറ്റും ചങ്ങലകൾ, ഞാൻ എന്ത് ചെയ്യും? എപ്പോഴും എന്നെ കുറ്റം പറയുകയാണ്, എപ്പോഴും എന്നെ തിരുത്തുകയാണ്, അങ്ങനെ ചെയ്യില്ലേ, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം അപ്പൻ പറയുന്നുണ്ടോ? പറയുന്നില്ല താനും. കഷ്ടം, ഞാനിങ്ങനെ ഒരു പുറംകൊള്ളിയായി പോയല്ലോ. അവൻ സ്വയം താഴുകയാണ്, സ്വയം അവൻ എളിവുപെടുകയല്ല, സ്വയം അവൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെന്ന് നമ്മുടെ ഉള്ളു പകരണം, ഹൃദയം പകരണം. അത് നിങ്ങളുടെ ഒരു സ്വഭാവമായി മാറണം. ദിവസത്തിൽ ഒരു കുറച്ച് സമയം ഞാൻ പറയട്ടെ, എത്രത്തോളം സമയം കിട്ടിയാൽ അത്രയും നല്ലത്. എത്ര ജോലി തിരക്കുള്ള ആളാണെങ്കിലും കുറച്ച് സമയം എലോൺ വിത്ത് ജീസസ്, യേശുവിനോട് കൂടെ ഒറ്റയ്ക്കിരിക്കുക. എലോൺ വിത്ത് ജീസസ്, യേശുവിൻ്റെ കൂടെ ഒറ്റയ്ക്കിരിക്കുക.
അപ്പോൾ നിങ്ങളുടെ ഭാര്യ അടുക്കൽ വരണ്ട, ഭർത്താവ് അടുക്കൽ വരണ്ട. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പകരുന്ന സമയമാണത്. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പകരുന്ന ആ സമയം കർത്താവ് പ്രതീക്ഷയോടെ നിങ്ങൾ നോക്കി ഇരിക്കുന്നുണ്ട്. തൻ്റെ പ്രിയ മകൻ അല്ലെങ്കിൽ പ്രിയ മകൾ അവളുടെ ഹൃദയം പകരാൻ വരുന്നു. അവൾക്ക് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്. എൻ്റെ വിശുദ്ധ സംസർഗത്തിന് വേണ്ടി, വിശുദ്ധ കൂട്ടായ്മയ്ക്ക് വേണ്ടി അവളിതാ വരുന്നു, അവനിതാ വരുന്നു. കർത്താവ് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെന്ന് അവിടെ മുട്ടുമടക്കിയിട്ട് നിങ്ങൾ പറയണം, എൻ്റെ കർത്താവേ, എനിക്ക് അനേകം കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്. ഞാൻ വേഗം ഒന്ന് പറഞ്ഞോട്ടെ കർത്താവേ. തെറ്റുകൾ ഒട്ടേറെ പറ്റിയ ഒരു മനുഷ്യനാണ് ഞാൻ. പാവം ഒട്ടേറെ വന്നുപോയൊരു മനുഷ്യനാണ്. ഭാഗ്യവശാൽ പ്രകടമായ ഭാവത്തിലേക്കൊന്നും ഞാൻ പോയില്ല, അതും ഒരു ഭാഗ്യം തന്നെ. പക്ഷേ എൻ്റെ കർത്താവെ, എനിക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ പ്രകടമായ ഭാവത്തിൽ പോകുന്നതിനേക്കാൾ ഭയങ്കരമായ ഭാവമാണ് എൻ്റെ അകത്തുണ്ടായിരുന്നത്. അകത്ത് ഭയങ്കരമായ ഭാവവും കാപട്യവും സൂത്രവും കൗശലവും അഹംഭാവവും സ്വാർത്ഥതയും എൻ്റെ കർത്താവെ എണ്ണിയാൽ തീരില്ലല്ലോ. ഒട്ടേറെ പാവങ്ങളിലേക്കുണ്ട്. ഇതെല്ലാം ഞാൻ ഇപ്പോൾ കൊണ്ടുവരികയാണ്. കർത്താവെ, ഇന്നലെ സന്ധ്യയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ച് നിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ച് കിടന്നപ്പോൾ എല്ലാം നിന്നോട് ഞാൻ ഏറ്റു പറഞ്ഞു. പക്ഷേ കർത്താവെ, എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ എല്ലാം പറഞ്ഞില്ല എന്ന്. എനിക്ക് നിൻ്റെ സാന്നിധ്യം തരണം. യേശുവേ, നീ എൻ്റെ അരികിലേക്ക് വരണം. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ദയവായിട്ട് കേൾക്കണം കർത്താവേ. ഈ പാവി അതിനോടൊന്ന് മനസ്സറിയണമേ. ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ, നിങ്ങൾക്ക് കാണാം, അനുഭവം കിട്ടുന്നത് കാണാം. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു, നിങ്ങൾക്കൊരു ബോധ്യം കിട്ടും, അനുഭവങ്ങൾ കിട്ടും. ഞാൻ പറയാറുള്ളതുപോലെ നന്മയ്ക്കായി അടയാളം കിട്ടും. അടയാളം, നന്മയ്ക്കായുള്ള അടയാളം. നിൻ്റെ ദാസനെ, നിൻ്റെ ശക്തി തന്ന നിൻ്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. എന്നെ പാവിക്കുന്നതുകൊണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം എനിക്ക് തരണമേ. വിനയം. അങ്ങനെ ദൈവസനിലേക്ക് ചെല്ലാൻ സാധിക്കണം. കാരണം കർത്താവ് എല്ലാം അറിയുന്നു. നിൻ്റെ കഷ്ടത അറിയുന്നു, നിൻ്റെ ദാരിദ്ര്യം അറിയുന്നു. ഞാൻ നിൻ്റെ കഷ്ടതയും നിൻ്റെ ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. ദൈവം അറിയുന്നു. എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലേക്കാണ് ചെല്ലുന്നത്. ഞാനിപ്പോൾ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ കർത്താൻ അറിയാൻ പാടില്ലേ? കർത്താൻ അറിയാം. ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദാമിന് ദൈവത്തിൻ്റെ ഭാഗത്ത് ചെല്ലാൻ ധൈര്യമില്ല. കർത്താവിൻ്റെ തിരുമുമ്പാകെ ചെല്ലാൻ ധൈര്യമില്ല. പലർക്കും അങ്ങനെയുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും ഹൃദയത്തിൽ ഒരു ഉറപ്പ് കിട്ടാത്തതുകൊണ്ട്, ഹൃദയത്തിലൊരു ധൈര്യം കിട്ടാത്തതുകൊണ്ട്, അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവുള്ള ദൈവമക്കളുടെ അടുക്കൽ വരാൻ പേടിയില്ലെന്നൊക്കെ പറഞ്ഞാലും വരാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഉള്ളിൽ ചഞ്ചലത്വം കിടക്കുന്നു. ഉള്ളിൽ ചഞ്ചലത്വം. ഇന്ന കാര്യത്തിൽ തെറ്റുപറ്റി, പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു. ഇനി പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? പ്രാഗൽഭ്യം നഷ്ടപ്പെടാൻ പാടില്ല ഒരു കാരണവശാലും. ധൈര്യം ചോർന്നു പോകാൻ പാടില്ല. കർത്താവ് നമുക്ക് ജീവൻ തന്നതാണ്. ഈ ജീവൻ ഞാൻ നഷ്ടപ്പെടുത്തി എവിടെയാണ് എനിക്ക് കേടുപറ്റിയത്? അതിവേഗം നിങ്ങൾ യഥാസ്ഥാനപ്പെടണം. ഒട്ടും വൈകരുത്. എവിടെയോ കേടുപറ്റി, എനിക്ക് മനസ്സിലായി. കർത്താവ് എവിടെയോ കേടുപറ്റി. എനിക്ക് ദൈവത്തിൻ്റെ ആത്മാനുഭവത്താൽ എനിക്ക് ധൈര്യം വരുന്നില്ല. എവിടെയോ കേടുണ്ട്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കണ്ടുപിടിക്കണം. ദൈവസന്നിധിയിൽ കണ്ടുപിടിക്കണം. ഓരോന്ന് എടുത്തെടുത്ത് ദൈവത്തോട് ഏറ്റുപറയണം. പറഞ്ഞ് മോചനം പ്രാപിക്കണം. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടണമെങ്കിൽ ഇതേ പോകാൻ വഴിയുള്ളൂ, വേറെ വഴിയില്ല. യേശുക്രിസ്തു മാത്രമേ അഭിവൃദ്ധി തരികയുള്ളൂ. യേശുക്രിസ്തു മാത്രമേ ഐശ്വര്യം തരികയുള്ളൂ. യേശുക്രിസ്തു മാത്രമേ ഉത്കർഷം തരികയുള്ളൂ, ഉയർച്ച തരികയുള്ളൂ. ക്രിസ്തുവിൻ്റെ അരികിലേക്ക് നിങ്ങൾ വരിക. യേശുക്രിസ്തുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്ത് കഷ്ടതകൾ വന്നാലും ശരി, എല്ലാം അറിയുന്ന ഒരാളുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിൻ്റെ കഷ്ടത ഞാൻ അറിയുന്നു, നിൻ്റെ ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. എന്നിട്ട് പരിശുദ്ധനോട് പറയുകയാണ്, ദാരിദ്ര്യം ഞാൻ അറിയുന്നുണ്ട്, പക്ഷേ നീ ധനവാനാകുന്നതാനും. വാസ്തവത്തിൽ നിനക്ക് ലോകപ്രകാരം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നീ ധനവാനാണ്. പക്ഷേ ഇതിൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിൻ്റെ ദാരിദ്ര്യമാണ്. ആത്മാവിൻ്റെ ദാരിദ്ര്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൻ്റെ ദാരിദ്ര്യം. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലർക്കും ആത്മാവിൻ്റെ ദാരിദ്ര്യമില്ല. ആത്മാവിന് വേണ്ടിയുള്ളതായ ദാഹമില്ല. പരിശുദ്ധാത്മാവിന് എനിക്ക് വേണമെന്നുള്ളതായ ദാഹമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദാഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം വേദപുസ്തകം വായിക്കാതെ നിങ്ങൾ കിടന്നുറങ്ങുകയില്ല. ദാഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ദിവസം തനിയായിരുന്നു പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങുകയില്ല. നിങ്ങൾക്ക് ആത്മാവിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ശോധന ചെയ്യാതെ കിടന്നുറങ്ങുകയില്ല. നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. നിങ്ങളെ തന്നെ പരിശോധിക്കണം. എവിടെയെല്ലാമാണ് എൻ്റെ കർത്താവ് വേദനിക്കാൻ ഇടയുള്ളത്? ഇന്നത്തെ ഈ ദിവസം എന്നെക്കുറിച്ച് കർത്താവ് ദുഃഖിച്ചത് ഏതെല്ലാം കാര്യങ്ങളിലാണ്? ഓരോ ദിവസവും സ്വയം ശോധന ചെയ്യണം. ഇന്നത്തെ എൻ്റെ ഏതെങ്കിലും ചിന്താഗതികളിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ ജോലി സ്ഥലത്തുള്ള എൻ്റെ പെരുമാറ്റത്തിൽ, ജോലി സ്ഥലത്തുള്ള എൻ്റെ ജോലിയിൽ ഏതിലാണ് കർത്താവ് ദുഃഖിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. സ്വർഗ്ഗത്തെ ദൈവനിൽ പ്രസാദിക്കുമോ? ഓരോന്നോരോന്ന് ചതിഞ്ഞ് നോക്കണം. അതെല്ലാം പരിശോധിച്ചിട്ട് എല്ലാം കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാൽക്കൽ കൊണ്ടുപോയിക്കണം.
കർത്താവേ തെറ്റുപറ്റിപ്പോയി, എനിക്ക് അഭിമാനിക്കാൻ വകയൊന്നുമില്ല. എൻ്റെ കർത്താവേ, ഞാൻ ആ ദാരിദ്ര്യബോധത്തോടെ ഞാനിതാ വരുന്നു, നീ എന്നെ ഒന്ന് തൊടണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ദൈവത്തെ വേണമെന്നുള്ളൊരു പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവർ അനേകരും നമ്മുടെ കൂട്ടായ്മയിലുണ്ടല്ലോ. നിങ്ങളും വാസ്തവത്തിൽ ആ ഒരു ആത്മീയമായ ആ ഒരു ചര്യയിലേക്ക്, ആത്മീയമായ ഒരു ജീവിത വൃത്തിയിലേക്ക് നിങ്ങൾ വരണം. ആത്മീയമായ ജീവിതചര്യയിലേക്ക് നിങ്ങൾ വരണം. യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയും ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വണങ്ങുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളെ തന്നെ കാണുകയും നിങ്ങളുടെ പാവങ്ങൾ ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഞാൻ കർത്താവേ, ഞാൻ അരിഷ്ടനും പാവിയുമാണ് കർത്താവേ, നീ എന്നോട് മനസ്സിലായണമേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ദൈവസ്ഥനിലേക്ക് ചെല്ലണം. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കണം. ഞാനിപ്പോൾ ഓൾ റൈറ്റ് ആണെന്ന് ആരും വിചാരിച്ചു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ശരിയാണ്, എല്ലാം ശരിയായിരിക്കുന്നു ആരും ചിന്തിച്ചു പോകരുത്. അനേകരിന്നും സാത്താൻ അനുഭവപ്പെട്ടിരിക്കുകയാണ്. അനേക ഹൃദയങ്ങളിൽ നിന്ന് കോരിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലങ്ങളിൽ എനിക്ക് മനസ്സിലുള്ളൊരു വലിയ വെപ്രാളം അതാണ്. വലിയൊരു വെപ്രാളം ഞാൻ തുറന്നു പറയട്ടെ, വെപ്രാളമാണ്. എൻ്റെ ദൈവമേ, അനേകർ കൂട്ടായ്മയിൽ വരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു ടെസ്റ്റ് കേസ് വരുമ്പോഴാണ് അവരുടെ തനിനിറം അറിയുന്നത്. ഏതെങ്കിലും ഒരു പരീക്ഷണഘട്ടം വരുമ്പോൾ അപ്പോഴാണ് തനിനിറം അറിയുന്നത്. ഈ കർത്താവെ, പലരുടെയും ജീവിതത്തിൽ ആത്മാവ് ഇല്ലല്ലോ, പരിശുദ്ധാത്മാവോടെ വസിക്കാൻ പറ്റുന്നില്ലല്ലോ, പലരിതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. അതിനെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ആർക്കും അത് തലയിൽ കയറുന്നില്ലല്ലോ. എൻ്റെ കർത്താവ്, എന്താ വേണ്ടത്? സ്തോത്രം. ഈ പിള്ളേർ പാടാറുള്ള പാട്ടുണ്ടല്ലോ, ആത്മാക്കളെ തരിക, എൻ്റെ സർവ്വം എടുത്തുകൊള്ളുക. ഒരു വലിയ വലിയ ദാഹമാണ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതായ ദാഹം, നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടിയുള്ളതായ ദാഹം, നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ളതായ സങ്കടം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതായ ദാഹം, സുബോധമില്ലാത്തവരെ പോലെ പോകുന്ന ജനതതിക്ക് വേണ്ടിയുള്ളതായ ദാഹം, കാര്യപ്പിടിപ്പില്ലാതെ പോകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതായ ദാഹം, ദൈവം ആരാണെന്ന് അറിയാതെ പോകുന്ന ജനത്തിന് വേണ്ടിയുള്ളതായ ദാഹം, പിശാചിൻ്റെ പ്രവൃത്തികളെ പിന്തുടരുന്ന ജാതികൾക്ക് വേണ്ടിയുള്ളതായ ദാഹം. ദൈവത്തിന് സ്തോത്രം. സാത്താൻ ഇടം കൊടുത്തുകൊണ്ട് തനിയെ നശിക്കുന്നവർക്ക് വേണ്ടിയുള്ളതായ ദാഹം. ഈ ദാഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നാം ഭാഗ്യശാലികളായി. ഞാനിതാ സർവ്വം എടുത്തുകൊള്ളുക, എനിക്കുള്ളതെല്ലാം നീ എടുത്തോളൂ, ഈ ആത്മാക്കളെ തരിക. സ്തോത്രം. കർത്താവേ, എനിക്കുള്ളതെല്ലാം നീ എടുത്തുകൊള്ളൂ. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ ആത്മാവിൻ്റെ ദാഹമാണ്. എനിക്കിനി ഒന്നും വേണ്ട കർത്താവേ, എനിക്കിനി ഒരു ഭാവി വേണ്ട, എല്ലാം നീ എടുത്തുകൊള്ളൂ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം മുൻപ് നിങ്ങൾ ഈ സമർപ്പണത്തിലേക്ക് വരണമെന്ന് ഞാൻ പറയട്ടെ. ഒരു ദിവസം മുൻപേ ഈ സമർപ്പണത്തിലേക്ക് വരണം. എല്ലാം കുറച്ചുകൂടി പ്രായമായിട്ടാകട്ടെ നിങ്ങൾ വിചാരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, മാനസാന്തരപ്പെട്ട കാലം മുതലേ എനിക്ക് കർത്താവ് ആ ഒരു ദാഹം തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ തെറ്റില്ലാത്തവനെന്നല്ല പറഞ്ഞത്, ഞാൻ പൂർണ്ണനൊന്നും ആയിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ടില്ല. പക്ഷേ മാനസാന്തരപ്പെട്ട കാലം മുതലേ എനിക്ക് എന്ത് ആക്ഷേപം കേട്ടാലും എന്ത് പരിഹാസം വന്നാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യുന്നതായി ദാഹം വന്നു. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള സ്നേഹം തന്നു. സ്തോത്രം. അതൊരു കൃപയാണ് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റേതല്ല, അത് അവിടുന്ന് തന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യഥാർത്ഥമായ ആത്മീയരായിത്തീരുകയാണെങ്കിൽ നിങ്ങൾക്ക് ദാഹം വരും, ആത്മാക്കളെക്കുറിച്ചുള്ളതായ സ്നേഹം വരും, നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചുള്ളതായ ഒരു വേദന വരും. സ്തോത്രം. അനേകർ ഈ ലോകത്തിൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുന്നു. ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കണം, രോഗം മാറണം, വേണ്ടെന്നല്ല. ഈ ലോകത്തിൽ പണം ഉണ്ടാകണം, കടം മാറണം, നല്ല ബിസിനസ് വർദ്ധിച്ചു വരണം, ഈ ലോകത്തിൽ ധനസമൃദ്ധി ഉണ്ടാകണം, 4 പേര് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറയണം. ഇതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. പക്ഷേ അതെല്ലാം പിറകിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് മുന്നോട്ട് എൻ്റെ യേശുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ, കുരിശും കയറിപ്പോകുന്ന ക്രിസ്തുവിൻ്റെ പിന്നാലെ ഞാനും എൻ്റെ കുരിശെടുത്തുകൊണ്ട് ഞാനും പിറകെ വരുന്നു. കർത്താവേ, എൻ്റെ കുരിശെടുത്തുകൊണ്ട് ഞാനും വരികയാണ്. ഈ കുരിശുകളെല്ലാം ഞാൻ എടുക്കുകയാണ്. ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, ശത്രുത്വങ്ങൾ, പീഡകൾ, ഞെരുക്കങ്ങൾ, എൻ്റെ കർത്താവേ, ഏതെല്ലാം തരത്തിലുള്ളതായ പ്രതിസന്ധികളാണ് ഞാൻ നേരിടുന്നത്. ഇതെല്ലാം ഞാൻ പുഞ്ചിരിയോടെ നേരിട്ടുകൊണ്ട് എൻ്റെ നാഥൻ കുരിശും കയറിപ്പോയ വഴിയിലൂടെ നാഥാ ഞാൻ പിന്നാലെ വരുന്നു. സ്തോത്രം. ഞാനും വരികയാണ് ഇതിൻ്റെ പിന്നാലെ. നീ ഏകാഗിയായി എല്ലാവരും കൈവിടപ്പെട്ടവനായി, പ്രിയ ശിഷ്യന്മാർ പലരും ഓടിപ്പോയി, ആരും കൂടെ നിൽക്കാനില്ല, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായി നീ ആ കുരിശും കയറി ഗോകുൽത്തായിലേക്ക് നീ കയറിപ്പോയതുപോലെ എൻ്റെ കർത്താവേ, അതുപോലെ ഞാനും ഈ കയറ്റം കയറി ഞാനും വരുന്നു. കർത്താവേ, ഞാനും ചക്രശ്വാസം വലിച്ചുകൊണ്ട് ഈ കുരിശെടുത്തുകൊണ്ട് ഇതിന് പിന്നാലെ ഞാൻ വരുന്നു. സ്തോത്രം. ഞാനും വരികയാണ് കർത്താവേ. എൻ്റെ ആയുസ് നിനക്ക് ഞാൻ തരികയാണ് കർത്താവേ. എൻ്റെ ജീവിതം എനിക്ക് ഞാൻ തരികയാണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിനുണ്ടായിരിക്കട്ടെ, ഹൃദയത്തിന് അഭിവാഞ്ചിയായി തീരട്ടെ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതായ ദാഹം, നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചുള്ളൊരു വേദന,
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ആത്മാവിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണമോ? നിങ്ങൾക്ക് ഈ അനുഭവം കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങാനുള്ളതായൊരു ദാഹം? കർത്താവേ, ഈ ആയുസ് ഒരു മെഴുതി കത്തി തീരുന്നതുപോലെ എൻ്റെ കർത്താവേ, ഞാനും എൻ്റെ ആയുസ് എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ കത്തി 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 തീരണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ ഒരു നാമം മഹത്വപ്പെടട്ടെ. അതാകും വന്നാൽ നാം ആത്മാക്കളെ തേടി ഇറങ്ങും, ആത്മാക്കളെ നേടാനൊരുങ്ങും, ആത്മാക്കളെ നേടാൻ ഓടും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവിടെ ഞാനെന്ന് പറഞ്ഞ ഒരാളില്ല, ഞാൻ തീർന്നു. ഞാനെന്ന് പറയുന്ന ഒരാൾ അവിടെ ഇല്ല. ഞാനെന്ന് പറയുന്ന ആൾ ഇതാ കുരിശിൻ്റെ പുറകിലേക്ക് പോയി കഴിഞ്ഞു. കുരിശിൻ്റെ പുറകിൽ ഇനി ആരാ ഉള്ളത്? യേശുവാണ്, കുരിശിക്കപ്പെട്ടനായ യേശു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനായ ക്രിസ്തു, ഇന്നും ജീവിക്കുന്ന ക്രിസ്തു, പിതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ യേശു. ആ യേശുവിൻ്റെ സാക്ഷിയായി ഞാൻ ഇതാ വരികയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വേണമോ പ്രിയപ്പെട്ടവരെ ഈ ഭാഗ്യം? ഈ ഭാഗ്യാവസ്ഥ നിങ്ങൾക്ക് വേണമോ? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. തന്നെ ത്യജിച്ച് കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായി ഇപ്പം കഴുകിയില്ലെന്ന് കർത്താവ് പറഞ്ഞു. ഉപദ്രവമുണ്ട്, ശരിയാണ്. തന്നെ ത്യജിക്കണം. പിന്നെ ഉപദ്രവം വിഷയമല്ല. കർത്താവിന് സ്തോത്രം. തന്നെ ത്യജിക്കണം. കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. കുരിശ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. കുരിശുകൾ, കഷ്ടതകൾ മാത്രമല്ല ഈ കുരിശെന്ന് പറയുന്നത്. കഷ്ടതകൾ മാത്രമല്ല, എതിർപ്പുകൾ മാത്രമല്ല, ആക്ഷേപങ്ങൾ മാത്രമല്ല. കുരിശ് വലിയ ഒരു ഭീകരമായ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വരുന്നു. എന്താണത്? നമുക്ക് തൊടാൻ പാടില്ലാത്തൊരു വിഷയമാണ് വന്നിരിക്കുന്നത്. എന്നാൽ അത് തൊടാതിരിക്കാൻ നിർവാഹവുമില്ല. അതാണ് കുരിശ്. ഞാൻ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് തൊടാൻ വയ്യാത്തൊരു പ്രശ്നം, പക്ഷേ തൊടാതിരിക്കാനായിട്ട് പറ്റുകയുമില്ല. അത് തൊടേണ്ടി വരിക എന്ന് പറഞ്ഞത് കുരിശാണ്. കുരിശ് നോക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചില കാര്യങ്ങളിൽ കുരിശ് നോക്കുന്ന ആളുകളുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരളവിൽ ഇതെല്ലാം കുറച്ചൊക്കെ അനുഭവിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. സ്തോത്രം. കുറേയൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് ഞാനിതൊക്കെ പറയുന്നത്. എനിക്ക് നിങ്ങളെക്കുറിച്ച് വാത്സല്യമുണ്ട്, നിങ്ങളെക്കുറിച്ച് സ്നേഹമുണ്ട്. എൻ്റെ യേശുവിൻ്റെ സ്നേഹം എന്നിൽ കത്തുകയാണ്. ആ സ്നേഹം എന്നിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും രക്ഷപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ഓരോരുത്തരും യേശുവിൻ്റെ വഴിയിലേക്ക് തിരിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ഇനി ലോകത്തിന് പുറകെ പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വകയായി തീരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ എല്ലാവരെയും മാനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ഞാൻ ആദരിക്കുന്നു. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ കർത്താവ് അറിയുന്നല്ലോ, എല്ലാവരെയും എനിക്ക് ബഹുമാനമാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും സ്നേഹമാണ്. പക്ഷേ ഒരു കാര്യം മാത്രം, ഒറ്റയ്ക്കൊരു കാര്യം മാത്രം. എൻ്റെ കർത്താവെ, പാവം കൂടെ ജീവിക്കാൻ ഈ മക്കൾ കൃപ നൽകണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ മക്കൾക്ക് എൻ്റെ യേശുവിനുള്ള ഒരു സ്നേഹം തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ മക്കൾക്ക് യേശുവിൻ്റെ തൃക്കരത്തിൻ്റെ സ്പർശം നേൽക്കാൻ ഭാഗ്യം തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അനേകർക്കും ഇന്നും വാസ്തവത്തിൽ സുബോധമില്ലാത്തവരെ പോലെയാണ് ജീവിക്കുന്നത്. സുബോധമില്ല, വെളിവില്ലാത്തവരെ പോലെയാണ് ജീവിക്കുന്നത്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് ചെല്ലുന്നത് ചിന്തയില്ല. ഈ മട്ടിന് ഞാൻ പോയാൽ ഞാൻ നരകത്തിലേക്കാണ് പോകുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. അതൊക്കെ മരിച്ചതിന് ശേഷമുള്ള കാര്യമല്ലേ, അത് പിന്നെ ചിന്തിക്കാമെന്നേ ചിന്തിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തിയാൽ ഇനി അവസരം കിട്ടുമെന്ന് ആരറിഞ്ഞു? ഇന്ന് നിങ്ങൾ കിട്ടുന്ന ഈ സമയം, ഇന്ന് പരിശുദ്ധാത്മാവ് വന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ വന്ന് കെഞ്ചിക്കൊണ്ടിരിക്കുന്ന ഈ സമയം ഇപ്പോൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു സമയം കിട്ടിയില്ലെങ്കിലോ, ഇനി ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുക. ഇനി അവസരം കിട്ടിയില്ലെങ്കിലോ? ആരറിഞ്ഞു? കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുക, യേശുവിൻ്റെ വിശുദ്ധരാകാൻ തുടങ്ങുക. യേശുവിൻ്റെ വിശുദ്ധി നിങ്ങളുടെ മുഖമുദ്രയായി തീരട്ടെ. യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ സ്വത്തായി തീരട്ടെ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു ഇന്ന് നിങ്ങളുടെ അരികത്തൊന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, നിങ്ങളുടെ ഹൃദയം എനിക്ക് തരിക. എൻ്റെ മോനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. എൻ്റെ മോളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. ഞാനിവിടെ വസിക്കാമെന്നാണ് പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിനെ എതിരേൽക്കുക. കർത്താവെ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് വിളിക്കുക. ക്രിസ്തുവിനെ വിളിക്കുക. യേശുവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. തളർന്നു പോയൊരു ജീവിതമാണ്, തളർന്ന ജീവിതം, തകർന്ന ജീവിതം. എൻ്റെ കർത്താവേ, മുന്നോട്ട് ഗതിയില്ലാത്തൊരു ജീവിതം, ആശകളൊക്കെ അറ്റുപോയൊരു ജീവിതം, ഇനി മരിച്ചാൽ മതിയെന്ന് ചിലപ്പോൾ തോന്നിപ്പോകുന്നൊരു ജീവിതം, നിരാശയിൽ പൂണ്ടുപോയൊരു ജീവിതം. കർത്താവേ, നൈരാശ്യം മാത്രമാണ് ബാക്കി. ദൈവമേ, എന്നും സമാധാനം കിട്ടുന്നില്ല, എനിക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല, മനസ്സിനൊരു സന്തോഷം കിട്ടുന്നില്ല. അനേകം കാര്യങ്ങൾ എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മനസ്സിനെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങൾ വന്നെൻ്റെ ചുറ്റും നിന്ന് മുള്ളു പോലെ അസ്ത്രങ്ങളുടെ നേരെ എയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ വിഷമിക്കുകയാണ്. എന്നെ ഒന്ന് സഹായിക്കാൻ നീ ഒന്ന് ഓടി വരണേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ സഹായിക്കാൻ യേശുവേ, നീ വേഗം പറന്നു വരണമേ. ഹല്ലേലൂയ. യേശുവേ, എൻ്റെ കാര്യത്തിൽ നീ ഒന്ന് കൈയെടുക്കണമേ. ഹല്ലേലൂയ. യഹോവേ, ഉണരണമേ. യഹോവേ, നിൻ്റെ വീര്യബലമുള്ള
ഭുജബലം ഉണർത്തി എൻ്റെ രക്ഷയ്ക്കായി വരയണമേ. നിൻ്റെ വീര്യമുള്ള ഭുജബലം ഉണർത്തി എൻ്റെ രക്ഷയ്ക്കായി വരയണമേ. സ്തോത്രം. വീര്യമുള്ള ഭുജബലം ഉണർത്തി ദൈവം വരും. സ്തോത്രം. കർത്താവ് വരും. യേശു ക്രിസ്തു ഇന്നും സ്നേഹമാണ്, ഇന്നും കെഞ്ചുകയാണ്, ഇന്നും കൃപയാണ്. കടന്നു വരുവീരെന്ന് വിളിക്കുകയാണ്. നിങ്ങൾ യേശുവിനെ ക്ഷണിക്കുമോ? ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുണ്ട്, ഉപദ്രവമുണ്ട്, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമോ? ദൈവത്തിന് സ്തോത്രം. എതിരുകളുണ്ട്, പ്രതിസന്ധികളുണ്ട്, നിങ്ങൾ ഉറച്ചു നിൽക്കുമോ? ദൈവത്തിന് സ്തോത്രം. സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ധൈര്യമായി നിങ്ങൾക്ക് കർത്താവിൻ്റെ വേല ചെയ്ത് മുന്നോട്ട് പോകാം. ധൈര്യമായി പോകാം. എന്ത് സംഭവിക്കാനാണ്? അഥവാ സംഭവിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആകെ കൂടി വന്നാൽ മരണം, അതിലത് ഒന്നും വരില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. വന്നാൽ പരമാവധി വന്നാൽ അതല്ലേ ഉള്ളൂ, കൊല്ലും അല്ലേ, അതല്ലേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്തിനെ നിങ്ങൾ സഭകളെ പേടിക്കുന്നു? എന്തിനെ നിങ്ങൾ അധികാരികളെ പേടിക്കുന്നു? നിങ്ങളുടെ കയ്യിൽ കളങ്കമില്ലെങ്കിൽ ആരെയും പേടിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കയ്യിൽ കളങ്കമില്ലെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശുദ്ധരായി തീരുക. ഹല്ലേലൂയ. നിങ്ങൾ വിശുദ്ധരായി തീരുക. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധജനമായി തീരുക. യേശുക്രിസ്തുവിൻ്റെ പ്രിയമക്കളായി തീരുക. യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ വേർതിരിക്കുക. കർത്താവേ, എഴുന്നള്ളി വരണമേ ഈ സാധുവായ എൻ്റെ ഹൃദയത്തിലേക്ക്. എൻ്റെ യേശുവേ, നീ എഴുന്നള്ളി വരണമേ ഈ പാവപ്പെട്ട എൻ്റെ ഹൃദയത്തിലേക്ക്. എൻ്റെ കർത്താവേ, നീ എഴുന്നള്ളി വരണമേ. മഹാഭാവിയായ എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ സമർപ്പിക്കുമോ? നിങ്ങൾക്കങ്ങനെ തീരുമാനം വരുന്നുണ്ടോ? കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ ഇന്നു മുതൽ പുതിയ ജീവൻ നയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചാൽ ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ വകയായി തീരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഉറപ്പായും ഈ നിമിഷം മുതൽ ഞാൻ യേശുവിൻ്റെ വകയായി ഞാൻ ജീവിക്കും. പാപം തൊടാതെ ഞാൻ ജീവിക്കും. എൻ്റെ ചിന്തയിൽ പോലും പാപം വരാതെ ഞാൻ കരുതലോടെ ജീവിക്കുമെന്നൊരു തീരുമാനം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കണമല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തീരുമാനമുള്ളവർ അവിടെ ഇരുകര ഉയർത്തിപ്പിടിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരെയും അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരാനോട് വെമ്പലോടെ നിൽക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിനക്ക് വേണ്ടി ഹൃദയം തുറന്നവരെ അവിടെ നിന്ന് ഇപ്പോൾ സ്വീകരിക്കണമേ കർത്താവേ. അവരെ മുദ്രയിടണമേ കർത്താവേ. അവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ കർത്താവേ. നാഥ, സ്വർഗീയ മഹത്വത്തിന് വേണ്ടി അവരെ ഒരുക്കണമേ കർത്താവേ. എൻ്റെ നാഥൻ എഴുന്നള്ളി വരുമ്പോൾ രണ്ടാമത്തെ വരവെങ്കിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ.